രോഗികൾ ഒരു മുറിയിലേക്ക് പോകുന്നു. അത് പുറത്തുനിന്ന് പൂട്ടുന്നു. ആ മുറി തുറക്കുമ്പോൾ അവിടെ ഒന്നുമില്ല. ആ കുടുംബത്തിൽ പെടാത്ത ഒരു ജീവൻ ഈ ഊർജം ഉപയോഗിച്ച് ഭൗതിക രൂപം ഇല്ലാതാക്കി അപ്രത്യക്ഷമായി. ഭൂതസിദ്ധി നേടിയ ഏതൊരാൾക്കും സ്വന്തം ശരീരത്തെ ഇല്ലാതാക്കാൻ കഴിയും. അത് വിഘടിപ്പിക്കുവാനും നിങ്ങളെ പഠിപ്പിക്കും. ഇന്ന് ശിവരാത്രിയാണ്. 28 ദിവസത്തെ ചന്ദ്രമാസത്തിലെ ഏറ്റവും ഇരുണ്ട രാത്രിയാണിത്. ഭൂഗോളത്തിൻ്റെ വിവിധ പാളികളിൽ സംഭവിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലും ഇതൊരു പ്രധാനപ്പെട്ട ദിവസമാണ്. ഇരുട്ടിനെക്കുറിച്ച് മാത്രമല്ല ഇത്. പൊതുവെ ഈ പാരമ്പര്യത്തിൽ പറയുന്നത് ഈ ദിവസം ഈ ഗ്രഹം ഭൂമാതാവ് അടയിരിക്കുന്നുവെന്നാണ്. ഈ രാത്രിയിൽ ഭൂമിദേവി ഉറങ്ങുന്നില്ല, അവൾ അടയിരിക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ ഭൂമിയിലെ പഞ്ചഭൂതങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ തീവ്രത ഈ രാത്രിയിൽ ഒരു തരത്തിൽ കൂടുതൽ ശക്തവും തീവ്രവുമാണ്. ഇത് 5 അടിസ്ഥാന മൂലകങ്ങൾ, പഞ്ചഭൂതങ്ങൾ തുടർച്ചയായി സംയോജിപ്പിക്കേണ്ടതുണ്ട്. അതായത് ഈ 5 അടിസ്ഥാന മൂലകങ്ങൾ പഞ്ചഭൂതങ്ങൾ തുടർച്ചയായി സംയോജിപ്പിക്കണം. ജീവൻ്റെ ശക്തികൾ തന്നെ. അതായത് ഭൂമിയുടെ ചലനത്തിൻ്റെ ഗതിശാസ്ത്രവും മറ്റ് ജീവശക്തികളും പഞ്ചഭൂതങ്ങളുടെ സൃഷ്ടിപരമായ സംയോജനത്തിൻ്റെ സമഗ്രത തുടർച്ചയായി വിഘടിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. ഈ രാത്രിയിലാണ് ഭൂമാതാവ് സ്വയം സംയോജിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഈ പഞ്ചഭൂതങ്ങളെ കൂടുതൽ സംയോജിതമായ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരുന്നു. അല്ലെങ്കിൽ മറ്റ് രാത്രികളെയോ ദിവസങ്ങളെയോ അപേക്ഷിച്ച് കൂടുതൽ ശക്തമായ രീതിയിൽ ഒരുമിച്ച് ചേർക്കപ്പെടുന്നു. അങ്ങനെ ഈ 24 മണിക്കൂർ, ഈ വൈകുന്നേരം മുതൽ 24 മണിക്കൂറിൽ കൂടുതൽ സാധാരണയായി അമാവാസി 30 മണിക്കൂർ മുതൽ 32 മണിക്കൂർ വരെ നീണ്ടു നിൽക്കും. ഈ കാലയളവിൽ അടിസ്ഥാന മൂലകങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ തീവ്രത അല്ലെങ്കിൽ അവ സ്വയം സംയോജിപ്പിക്കുന്ന രീതി വളരെ കൂടുതലാണ്. ഇങ്ങനെ സംഭവിക്കുന്നു. നിങ്ങൾ ഒരു വിത്ത് മുളപ്പിക്കുകയാണെങ്കിൽ ചന്ദ്രമാസത്തിലെ വ്യത്യസ്ത ദിവസങ്ങളിൽ നിയന്ത്രിത സാഹചര്യങ്ങളിൽ ഒരു വിത്ത് മുളപ്പിക്കുമ്പോൾ ഈ ശിവരാത്രി ദിവസത്തിൽ ഈ 24 മണിക്കൂറിൽ മുളയ്ക്കുന്നത് മന്ദഗതിയിലാകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ചെടി വളരുന്നത് മന്ദഗതിയിലാകുന്നു. കാരണം മൂലകങ്ങൾ സ്വയം നിലനിർത്തുന്നതിൽ വ്യാപൃതരായതിനാൽ അവ ചെടിയുടെ വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകുന്നില്ല. കാരണം മണ്ണും മുഴുവൻ ഗ്രഹവും ഈ ദിവസം സ്വയം സംയോജിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഭൂമിയിൽ സംഭവിക്കുന്ന അത്ഭുതകരമായൊരു സ്വാഭാവിക പ്രക്രിയയാണിത്. കൂടാതെ ബോധവാനായ ഒരാൾക്ക് സ്വന്തം ഘടനയെ സംയോജിപ്പിക്കുവാൻ, സ്വന്തം ശരീരത്തിലെ പഞ്ചഭൂതങ്ങളെ സംയോജിപ്പിക്കുവാൻ ഇതൊരു മികച്ച അവസരം കൂടിയാണ്. നിങ്ങളുടെ ഉള്ളിൽ ഈ പഞ്ചഭൂതങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് എല്ലാ കാര്യങ്ങളെയും നിർണ്ണയിക്കും. ശിവൻ
അദ്ദേഹം ഭൂതേശ്വരൻ എന്നും അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹം ഭൂതസിദ്ധി അഥവാ പഞ്ചഭൂതങ്ങളുടെ മേലുള്ള പൂർണ്ണ ആധിപത്യം നേടി. ഭൂതസിദ്ധി നേടിയ ഏതൊരാൾക്കും സ്വന്തം ശരീരത്തെ അഭൗതികമാക്കാൻ കഴിയും. നിങ്ങൾ അത്തരം യോഗികളെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും. അവർ ഒരു മുറിയിലേക്ക് പോകുന്നു, മുറി പുറത്തുനിന്ന് പൂട്ടുന്നു. ആ മുറി തുറക്കുമ്പോൾ ഒന്നും അവിടെയില്ല. ആ വ്യക്തിയുടെ ഒരു പാടുപോലുമില്ല. അതായത് അദ്ദേഹം മരിച്ചതല്ല. അദ്ദേഹത്തിൻ്റെ ശരീരം കാണുന്നില്ല, ചിതാഭസ്മം കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. അദ്ദേഹം സ്വന്തം ഭൗതിക വ്യവസ്ഥയെ ഭൗതികമാക്കിയതിനാൽ പൂർണ്ണമായും അപ്രത്യക്ഷനായിരിക്കുന്നു. അങ്ങനെ പഞ്ചഭൂതങ്ങളുടെ മേൽ പ്രാവീണ്യം നേടിയ ഒരാൾക്ക്, ഭൂതസിദ്ധി എന്ന് നാം വിളിക്കുന്നത് നേടിയ ഒരാൾക്ക്, സ്വന്തം ഘടനയെ സംയോജിപ്പിക്കുവാൻ മാത്രമല്ല വിഘടിപ്പിക്കുവാനും കഴിയും. ഇതടുത്തിടെ സംഭവിച്ചതാണ്. സ്ഥലത്തിൻ്റെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം നിങ്ങളെല്ലാവരും ആ സ്ഥലത്തേക്ക് പോകുവാൻ തുടങ്ങും. അടുത്തിടെ സംഭവിച്ചതാണ്. എന്തെന്നാൽ ലിംഗഭൈരവി യന്ത്രം വീട്ടിലുണ്ടായിരുന്ന ഒരാൾ അവർ കണ്ടു. ഇത് വെള്ളം വരാൻ യാതൊരു സാധ്യതയുമില്ലാത്ത ഒരു സ്ഥലത്താണ് സൂക്ഷിച്ചിരുന്നത്. എന്നാൽ യന്ത്രത്തിൻ്റെ മുകളിലും പിന്നെ ചുറ്റിലും ധാരാളം വെള്ളം കണ്ടെത്തി. സംഭവിച്ചതിതാണ്. കുടുംബത്തിൽപ്പെടാത്ത ഒരു ജീവൻ ഈ ഊർജം ഉപയോഗിച്ച് ഭൗതിക രൂപം പൂർണ്ണമായും ഇല്ലാതാക്കുകയും അപ്രത്യക്ഷമാവുകയും ചെയ്തു. ബാക്കി വന്നത് കുറച്ച് വെള്ളം മാത്രം. ആ വെള്ളം പോലും അദൃശ്യമാക്കാൻ കഴിയും. അങ്ങനെ വെള്ളം പോലും അവശേഷിക്കില്ല. ആരോ ജോലി അല്പം കാര്യക്ഷമത കുറഞ്ഞ രീതിയിൽ ചെയ്തു. അങ്ങനെ ശരീരം പോയി, എല്ലാം പോയി, കുറച്ച് വെള്ളം മാത്രം അവശേഷിച്ചു. നിങ്ങൾ 50 കിലോ ഭാരമുള്ള ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് യാഥാർത്ഥ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ, നിങ്ങൾ 100 കിലോ ഭാരമുള്ള ഒരാളാണെങ്കിൽ, No, it's easy to. 70 മുതൽ 72 കിലോ വരെ വെറും വെള്ളം മാത്രമാണ്. അതുകൊണ്ട് അദ്ദേഹം 70 കിലോ വെള്ളമോ 70 ലിറ്റർ വെള്ളമോ അവശേഷിപ്പിച്ചില്ല. ഒന്നുകിൽ അദ്ദേഹം ഒരു ചെറിയ മനുഷ്യനായിരുന്നു, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഒരു ഭാഗം ഇല്ലാതാക്കപ്പെട്ടു, ഒരു ഭാഗം അവശേഷിച്ചു. അവിടെ അത്രയധികം വെള്ളമുണ്ടായിരുന്നു. ഈ വെള്ളം എവിടെ നിന്ന് വന്നു എന്നവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കൂടാതെ അവർ ഒരത്ഭുതം സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, മിണ്ടാതിരുന്ന് സ്ഥലം വൃത്തിയാക്ക്. അപ്പോൾ ശരീരം നിർമ്മിക്കപ്പെടുന്നതിൽ ഓരോ ദിവസവും സംഭവിക്കുന്ന അത്ഭുതകരമായ കാര്യങ്ങൾ ആരും ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ ശ്വസിക്കുന്ന വായു പല രീതിയിലും ശരീരമായി മാറുന്നുണ്ടല്ലേ? നിങ്ങൾ കുടിക്കുന്ന വെള്ളം ശരീരമായി മാറുന്നു. ഇത്തരം അത്ഭുതങ്ങൾ ആരും ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ ആരെങ്കിലും വിഘടിക്കുമ്പോൾ അതാണ് അവർക്ക് അത്ഭുതം. അവർ അങ്ങനെ പോലും ചിന്തിച്ചില്ല. ഭൈരവി യന്ത്രത്തിന് ചുറ്റും കുറേ വെള്ളം, അതാണ് അവർക്ക് അത്ഭുതം. ഞാൻ പറഞ്ഞു, ഓരോ ദിവസവും സംഭവിക്കേണ്ട യഥാർത്ഥ അത്ഭുതം ശ്രദ്ധിക്കൂ. നിങ്ങൾ ഈ അത്ഭുതം കാണാതെ പോയാൽ ആ അത്ഭുതം എന്താണെന്ന് നിങ്ങൾക്ക് ഒരിക്കലും അറിയാൻ കഴിയുകയില്ല. അതുകൊണ്ട് പഞ്ചഭൂത ആരാധന, നിങ്ങൾ ധ്യാനലിംഗ ക്ഷേത്രത്തിലെ പഞ്ചഭൂത ആരാധനയിൽ നേരിട്ട് പങ്കെടുത്താലും ഇല്ലെങ്കിലും അത് പ്രധാനമല്ല. ആ സ്ഥലത്ത് പഞ്ചഭൂത ആരാധന ഒരു ശക്തമായ സാധ്യത സൃഷ്ടിക്കുന്നു. ആ ദിവസം മാത്രമല്ല, മുഴുവൻ മാസവും അവിടെ നിങ്ങളുടെ ഘടനയെ സംയോജിപ്പിക്കാൻ, നിങ്ങളുടെ ശരീരത്തിലെ പഞ്ചഭൂതങ്ങളെ കൂടുതൽ മികച്ച രീതിയിൽ ബന്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. ഇപ്പോൾ തന്നെ അത് നന്നായി ചെയ്യുന്നില്ലേ? നിങ്ങൾ ഓരോരുത്തരുടെയും ശരീരത്തിൽ ഈ പഞ്ചഭൂതങ്ങൾ എങ്ങനെ സംയോജിക്കപ്പെട്ടിരിക്കുന്നു എന്നതിൽ വലിയ വ്യത്യാസമുണ്ട്. എത്ര നന്നായി സംയോജിപ്പിച്ചിരിക്കുന്നു എന്നത് ആ വ്യക്തിയെക്കുറിച്ചുള്ള പല കാര്യങ്ങളെയും നിർണ്ണയിക്കുന്നു. ഏകദേശം എല്ലാം തന്നെ എന്ന് ഞാൻ പറയും.
കൂടാതെ ഈ ശരീരം ഒരു തടസ്സമാകാതെ ഒരു വലിയ സാധ്യതയുടെ അടിത്തറയായി ചവിട്ടുപടിയായി മാറണമെങ്കിൽ, അത് സംഭവിക്കണമെങ്കിൽ നിങ്ങളുടെ ശരീര സംവിധാനം ശരിയായി സംയോജിക്കപ്പെടേണ്ടത് വളരെ പ്രധാനമാണ്. യോഗ പരിശീലനത്തിൻ്റെ അടിസ്ഥാനമെന്നത് ഭൂതശുദ്ധിയാണ്. നിങ്ങളെല്ലാവരും വ്യത്യസ്ത തീവ്രതയിലും പങ്കാളിത്തത്തിലും പല രൂപത്തിലത് പരിശീലിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങളെല്ലാവരും എന്ത് യോഗയാണ് ചെയ്യുന്നതെങ്കിലും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഭൂതശുദ്ധിയാണ് ചെയ്യുന്നത്. ഇത് ശരിയായി ചെയ്താൽ, അടിസ്ഥാന മൂലകങ്ങൾ മതിയായ രീതിയിൽ ശുദ്ധീകരിക്കപ്പെട്ടാൽ സംയോജനം കൂടുതൽ മികച്ചതാകും. ധ്യാനലിംഗക്ഷേത്രത്തിലിരിക്കുന്നത് ശരീര സംവിധാനത്തെ സംയോജിപ്പിക്കുന്നതിൽ അത്ഭുതകരമായി സഹായിക്കുന്നു. ഇത് ഉപരിതലത്തിൽ മാത്രമല്ല, ആരോഗ്യമെന്നത് എൻ്റെ നാടിമിടിപ്പ് ശരിയാണ്, എൻ്റെ രക്തസമ്മർദ്ദം ശരിയാണ്, എൻ്റെ പ്രമേഹനില ശരിയാണ് എന്നത് മാത്രമല്ല, അവയൊരു അനന്തരഫലം മാത്രമാണ്. യഥാർത്ഥ കാര്യമെന്നത് പഞ്ചഭൂതങ്ങൾ നന്നായി സംയോജിക്കപ്പെട്ടിരിക്കുകയും അവ ശരീരഘടനയിൽ അവയ്ക്കിടയിൽ തന്നെ പരിപൂർണ സഹവർത്തിത്വത്തോടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നുവെങ്കിൽ പിന്നെ ആർക്കും അവരുടെ മെഡിക്കൽ പരിശോധന എന്താണ് പറയുന്നതെന്ന് ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. കാരണം മൂലകങ്ങൾ നന്നായി പ്രവർത്തിക്കുകയും ശക്തമായി യോജിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്വയമേ സംഭവിക്കും. നിങ്ങളത് ബോധപൂർവം സംയോജിപ്പിക്കാൻ പഠിച്ചാൽ ആവശ്യമുള്ള ഒരു ദിവസം അത് വിഘടിപ്പിക്കുവാനും ഞങ്ങൾക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ കഴിയും. അങ്ങനെ നിങ്ങൾക്ക് സംസ്കാര ചടങ്ങോ ദഹനമോ ഒഴിവാക്കാനാകും. നിങ്ങൾ കുറച്ച് അധ്വാനം ലാഭിക്കും. അത് വളരെ നല്ലതാണ്. തീർച്ചയായും അത് നല്ലതാണ് നിങ്ങൾക്ക്. അതുകൊണ്ട് പഞ്ചഭൂത ആരാധനയെ ഒരു വ്യത്യസ്ത അനുഭവ തലത്തിലേക്ക് ഉയർത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എല്ലാ അടിസ്ഥാന മൂലകങ്ങളെയും പാവനമായി കാണുക. നിങ്ങൾ നടക്കുന്ന ഭൂമിയോടും നിങ്ങൾ ശ്വസിക്കുന്ന വായുവിനോടും നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തോടും നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തോടും നിങ്ങൾ ജീവിക്കുന്ന ആകാശത്തോടും ആദരവുള്ളവരായി മാറുക. അവയോട് ആദരവ് പുലർത്താൻ, മെല്ലെ നടക്കാൻ, നിങ്ങളുടെ അസ്തിത്വത്തിൻ്റെ അടിസ്ഥാനമായ പഞ്ചഭൂതങ്ങളെ കാണാൻ, ആ ബോധ്യം നിങ്ങളുടെ സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ. അതുകൊണ്ട് നിങ്ങൾ സമ്പർക്കം പുലർത്തുന്ന എല്ലാ മൂലകങ്ങളോടും ഈ നിമിഷം നിങ്ങൾ സ്പർശിക്കുന്നവയോട് ആ ആദരവ് നിങ്ങളിലേക്ക് കൊണ്ടുവരിക. ഗംഗാമാത, നോ. ജനങ്ങൾ ഗംഗയുടെ തീരത്ത് നിൽക്കുമ്പോഴാണ് ഗംഗാമാത എന്ന് വന്ദിക്കുന്നത്. ഇവിടെയല്ല. ഇവിടെ നിങ്ങളുടെ കപ്പിൽ നിന്ന് നിങ്ങൾ കുടിക്കുന്ന വെള്ളം, നിങ്ങൾ ശ്വസിക്കുന്ന വായു, നിങ്ങൾ നടക്കുന്ന ഭൂമി, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം, നിങ്ങൾ കുടിക്കുന്ന വെള്ളം, അവയോട് ആദരവ് പുലർത്തുകയും നിങ്ങളിലെ ആവേശത്തിൻ്റെ ജ്വാല നിലനിർത്തുകയും ചെയ്യുക. യു ഷുഡ് ബി സ്യൂട്ടബിൾ.